പത്രോസ് വാളെടുക്കുന്നു. പക്ഷെ ഏറെ താമസിച്ചില്ല. അവിടുത്തെ അറിയുകയില്ല എന്ന് ആണയിട്ട് അവൻ പറയുന്നു. കയ്യാഫാസ് കള്ളസാക്ഷികളെ അന്വേഷിക്കുന്നു. പീലാത്തോസ് കൈ കഴുകുന്നു. അവനെ ക്രൂശിക്കുക എന്ന് ജനം മാർത്തു വിളിക്കുന്നു. എല്ലാവർക്കും വേണ്ടി മനുഷ്യപുത്രൻ കാൽവരി കയറുന്നു. അവിടുന്ന് കാൽവരിയിൽ മരിക്കുമ്പോഴും ആദ്യത്തെ ദുഃഖവെള്ളി ഒരു കറുത്ത ശീല പോലെ ഈ ലോകത്തെ മുഴുവനും മൂടിക്കളയുന്നു. സൂര്യൻ ഇരുളുന്നു, ഭൂമി കുലുങ്ങുന്നു, പാറകൾ പൊട്ടിപ്പിളരുന്നു, ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറിപ്പോകുന്നു. അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ച ജനം മാറത്തടിച്ച് നിലവിളിക്കുന്നു. ഇതെല്ലാം കാണുന്ന ശതാധിപൻ അവൻ സത്യമായും നീതിമാനായിരുന്നുവെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. ഇതെല്ലാം പഴയ കഥകളാണ്. പക്ഷെ നമ്മുടെ കഥകളാണ്, നമുക്ക് വേണ്ടിയുള്ള കഥകളാണ്, നമ്മുടെ രക്ഷയുടെ കഥകളാണ്. അതുകൊണ്ട് അവയ്ക്ക് എത്രമാത്രം പഴക്കം തട്ടിയാലും മൂല്യക്ഷയമില്ല. പഴക്കം ചെന്ന വീടുകൾ നമുക്ക് വേണമെങ്കിൽ പൊളിച്ചു മാറ്റി മറ്റൊന്ന് പണിയാൻ സാധിക്കും. പക്ഷെ നമ്മുടെ രക്ഷയുടെ കഥകൾ നമുക്ക് മാറ്റിയെടുക്കാൻ നിവൃത്തിയില്ല. കാരണം ചരിത്രത്തിൽ മറ്റൊരു ദുഃഖവെള്ളിയില്ല, മറ്റൊരു രക്ഷകനില്ല, മറ്റൊരു കാൽവരിയുമില്ല. പഴക്കം ചെന്ന നമ്മുടെ വീടുകൾ വൈറ്റ് വാഷ് ചെയ്ത് റീപെയിന്റ് ചെയ്ത് പുതുക്കി സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ രക്ഷയുടെ കഥകൾ നമ്മൾ ഓർമ്മ കൊണ്ട് പുതുക്കി, ഹൃദയം കൊണ്ട് ആശ്ലേഷിച്ച്, ആത്മാവ് കൊണ്ട് ആവിഷ്കരിക്കണം. അതിനുള്ള അവസരമാണ് ഈ ദുഃഖവെള്ളി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഈശോയുടെ പീഡാനുഭവ യാത്ര ആരംഭിക്കുന്നത് സെഹ്യോൻ മാളിക മുകളിൽ നിന്നല്ല, ഒലിവ് മലയിൽ നിന്നാണ്. അതിനെക്കുറിച്ച് മർക്കോസ് സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഒലിവ് മലയിലേക്ക് പോയി എന്ന്. മരിക്കുവാൻ വേണ്ടിയുള്ള പോക്കാണ്. അപ്പോഴാണ് അവിടുന്ന് ഗാനം ആലപിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോൺ അടിമത്ത കാലത്ത് ഇസ്രായേൽക്കാർ തങ്ങളുടെ സംഗീത ഉപകരണങ്ങൾ വൃക്ഷക്കൊമ്പുകളിലെ തൂക്കിയിട്ടു. അവർ ചോദിച്ചു, അന്യദേശത്ത് വെച്ച് ഞങ്ങൾ കർത്താവിന്റെ ഗാനം ആലപിക്കുന്നത് എങ്ങനെ? അവരുടെ ചോദ്യം യുക്തമായിരുന്നു. അന്യദേശത്ത് അടിമത്തം അനുഭവിക്കുമ്പോൾ ആർക്കാണ് പാടാനാകുക? ഹൃദയത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് സംഗീതമല്ല, അത് വിലാപമായിരിക്കും. എന്നാൽ കൊലക്കളത്തിലേക്ക് പോകുമ്പോഴാണ് ഈശോ പാടിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് സന്തുഷ്ടനായിരുന്നു, മരിക്കുവാൻ അവിടുന്ന് തയ്യാറായിരുന്നു എന്ന് വ്യക്തം. ഉള്ളിൽ തട്ടിയ സന്തുഷ്ട വികാരങ്ങള് ശ്രുതിലയങ്ങളോടെ പുറത്തേക്ക് വന്നു. അത് സംഗീതമായിരുന്നു. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്, മനോഹരമായ ഭവനങ്ങൾ പണിയുന്നത് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ കിടന്ന് മരിക്കാനല്ല. നമ്മളിവിടെ ജനിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ സ്വപ്നം കണ്ടത് മക്കളുടെ നല്ല ജീവിതത്തെയാണ്. മകൻ വളർന്നു വലിയ വ്യക്തിയായിത്തീരുന്നത്, മകൾ വളർന്നു ഉത്തമയായ സ്ത്രീ ആയിത്തീരുന്നത്, എല്ലാം ജീവിതത്തെ സംബന്ധിച്ച സ്വപ്നങ്ങൾ. ഒരിക്കലും മരണത്തെക്കുറിച്ച്, മക്കളുടെ മരണത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. നാം ഇവിടെ ഒരു വീട് പണിയാൻ പ്ലാൻ ഇടുമ്പോൾ, അതിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോഴും അതിലെ പോർച്ചുണ്ട്, വരാന്തയുണ്ട്, സ്വീകരണ മുറിയുണ്ട്, ഗസ്റ്റ് റൂമുണ്ട്, അടുക്കളയുണ്ട്, ബെഡ്റൂമുണ്ട്, പ്രാർത്ഥനാ മുറിയുണ്ട്. പക്ഷെ മരണമുറി എന്നൊരു മുറി നമ്മൾ ഉൾപ്പെടുത്താറില്ല. കാരണം അത് നമ്മുടെ പദ്ധതിയിൽപ്പെട്ടതല്ല. ഗത്യന്തരമില്ലാതെ
എമർജൻസി എന്ന നിലയിൽ അത്യാവശ്യം വരുമ്പോഴേ ഒരു മുറി അതിനുവേണ്ടി മാറ്റിവെക്കുന്നു എന്ന് മാത്രം. കീഴടക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മരണമെന്ന കയ്യേറ്റക്കാരന് നമ്മൾ വഴങ്ങിക്കൊടുക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചു. അവൻ ജനിച്ചത് ജീവിക്കാനല്ല, മരിക്കാനായിരുന്നു. അതാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ബിഷപ്പ് ഷീൻ ഈശോയെ വിശേഷിപ്പിക്കുക മരിക്കാനായി ജനിച്ചവനെന്ന്. ഞാനും നിങ്ങളും നമ്മളൊക്കെ ഇവിടെ ജീവിതം അന്വേഷിച്ച് നടന്നപ്പോൾ ഈശോ മരണം അന്വേഷിച്ച് നടന്നു. അത് കരസ്ഥമാക്കുകയും ചെയ്തു. അതാണ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശ്. അതുകൊണ്ടാണ് പരാജയ ചിഹ്നമായിരുന്ന കുരിശ് വിജയ ചിഹ്നമായി മാറിയത്. ആ കുരിശു മരണം പരാജയത്തിൻ്റെ അടയാളമല്ല. കാറ്റിനോടും കടലിനോടും അരുതേ എന്ന് വിലക്കിയവന്, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് മരണത്തിന്മേൽ ആധിപത്യം സ്ഥാപിച്ചവന് വേണമെങ്കിൽ ഒറ്റ ശ്വാസത്താൽ തൻ്റെ ശത്രുനിരയെ മുഴുവനും സംഹരിക്കുവാൻ അവിടത്തേക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ജീവിതമല്ല, മരണം അവിടുത്തെ ലക്ഷ്യമായിരുന്നത് കൊണ്ട് അത് നേടാൻ വേണ്ടി വന്ന പോരാട്ടത്തിൻ്റെ ശക്തി പ്രതിഭാസമാണ് കുരിശ്. അതുകൊണ്ടാണ് കുരിശ് മരണം സമീപിച്ചപ്പോഴേ വിജയം കണ്ട യോദ്ധാവിനെ പോലെ അവിടുന്ന് വിളിച്ചു പറയുക, ഇതാ എൻ്റെ സമയം വന്നിരിക്കുന്നു എന്ന്. ഈശോയുടെ മരണവും അതിൻ്റെ സർവ സാഹചര്യങ്ങളും അവിടുന്ന് മനസ്സു വെച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചവയാണ്. അബ്രഹാം ലിങ്കൺ ഒരു ദുഃഖവെള്ളിയാഴ്ചയാണ് വെടിയേറ്റു മരിച്ചത്. ഒരു നാടകത്തിന് പോയപ്പോഴും വെടിയേറ്റു മരിക്കാൻ വേണ്ടി പോയതല്ല, പോയപ്പോഴും മരിച്ചതാണ്. മഹാത്മാഗാന്ധിജി ഒരു പ്രാർത്ഥനാ യോഗത്തിന് പോയപ്പോൾ വെടിയേറ്റു മരിക്കുകയാണ്. മരിക്കാൻ വേണ്ടി പോയതല്ല, പോയപ്പോൾ മരിച്ചതാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് വന്നപ്പോൾ മരിച്ചതല്ല, മരിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ജീവിതത്തെക്കാൾ വലിയ ആകർഷകത്വം അവിടുത്തെ ജീവിതത്തെ, അവിടുത്തെ മരണത്തിന് കൈവന്നത്. മരിക്കാൻ സമയമായപ്പോഴും ആ ഒരു ചിന്തയിൽ അവിടുന്ന് സന്തോഷത്തോടെ ധൈര്യത്തോടെയാണ് മുന്നോട്ട് നീങ്ങുക. അവിടുത്തെ മരണം അതാണ് അവിടുത്തെ ജീവിതത്തെക്കാൾ കൂടുതൽ ആകർഷകമായി തീർന്നത്. അവിടുന്ന് തന്നെ അരുളി ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ സകലരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന്. അത് അവിടുത്തെ മരണത്തെ കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞത്. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ, അത് കുരിശിൽ ഉയർത്തപ്പെടുമ്പോഴാണ്. അങ്ങനെ കുരിശിൽ ഉയർത്തപ്പെടുമ്പോഴാണ് സകലരെയും അവിടുന്ന് തന്നിലേക്ക് ആകർഷിക്കുന്നത്. സ്വാഭാവികമായി മരണം അതിൽ തന്നെ നിന്ദ്യമാണ്. പക്ഷെ മരിക്കേണ്ട സാഹചര്യമില്ലാതിരിക്കെ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുന്നത് മഹത്വകരവും മഹനീയവുമാണ്. ഇവിടെയാണ് ഈശോയുടെ മരണം മഹനീയമാകുന്നത്. സദാ സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുമായിരുന്ന ദൈവകുമാരൻ ഇവിടെ മരണം ഏറ്റെടുക്കുകയാണ് മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി. അതാണ് ആ കുരിശുമരണത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകാൻ തക്ക വിധം അവിടുന്ന് ലോകത്തെ, മനുഷ്യനെ സ്നേഹിച്ചു. എന്നാൽ പുത്രനായ ദൈവം തൻ്റെ ജീവനെ തന്നെ സമർപ്പിക്കുവാൻ തക്ക രീതിയിൽ അവിടുന്ന് മനുഷ്യനെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് കുരിശിലെ ആകർഷകത്വം. അതുകൊണ്ട് തന്നെയാണ് ആ കുരിശിലെ ഏറെ ആകർഷിക്കപ്പെട്ട വ്യക്തികളെ ചരിത്രത്തിലും കണ്ടെത്താൻ സാധിക്കും. യഹൂദർ കിടർച്ചയും വിജാതിക്ക് പോഷത്വവുമായ കുരിശിൽ ജന്മസാഫല്യം കണ്ടെത്തിയ അനേകം ആയിരങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകളെ ചരിത്രത്തിൻ്റെ ഏടുകളിലും കണ്ടെത്താൻ സാധിക്കും. അതിലും ഒരു വശത്ത്
വലിയ ബുദ്ധിജീവികള്, ശാസ്ത്രജ്ഞന്മാര്, വിദ്യാസമ്പന്നര്, പണ്ഡിതന്മാര്, മറുവശത്തെ യാതൊരു അക്ഷരാഭ്യാസവും ഇല്ലാത്ത സാധാരണ ആളുകളും, ഒരു വശത്ത് കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും വലിയ പ്രതാപികളും, മറുവശത്ത് യാതൊരു അടിസ്ഥാന യോഗ്യതയുമില്ലാത്ത ദരിദ്രര്, പാവപ്പെട്ടവരും ഈശോയുടെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷകരായി മാറുന്നത് യാതൊരു അക്ഷരാഭ്യാസവും ഇല്ലായിരുന്ന മുക്കുവരല്ലേ. ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന സാവൂളാണ് മാനസാന്തരപ്പെട്ട് ഈശോയുടെ ഏറ്റവും വലിയ ശിഷ്യനായി പൗലോസായി മാറുന്നതും. ആർക്ക് എന്നെ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കും, വേർപെടുത്താൻ സാധിക്കുമെന്ന് ചോദിക്കുന്നത് അവിടുന്ന് പൗലോസ്ലിഹയാണ്. ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നെന്ന് പറയാൻ തക്ക വിധം ആ കുരിശിനാൽ ആ പണ്ഡിതൻ ആകർഷിക്കപ്പെട്ടു. കോടീശ്വര പുത്രിയായിരുന്ന ക്ലാരയെയും ലക്ഷപ്രഭുവിന്റെ മകനായിരുന്ന ഫ്രാൻസിസ് അസീസിയെയും ഒക്കെ എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് കർത്താവിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ പ്രേരിപ്പിച്ചത് ആ കുരിശിൽ ആകർഷിക്കപ്പെട്ടിട്ടാണ്. പാരീസ് സർവകലാശാലയിലെ പ്രൊഫസർ സ്ഥാനം രാജിവെച്ച് ഈ അറ്റത്ത് കേരളത്തിൽ വന്ന് സുവിശേഷം പ്രഘോഷിച്ച ഫ്രാൻസിസ് സേവ്യറും അദ്ദേഹത്തെയും പ്രേരിപ്പിച്ചത് ആ കുരിശിൽ ആകർഷിക്കപ്പെട്ടിട്ടാണ്. മൊളോക്കോ ദ്വീപിലെ കുഷ്ഠരോഗികളോടൊപ്പം കഴിഞ്ഞ് അവസാനം അവരെ പോലെ ആയി തീരാൻ ഫാദർ ഡാമിയനെ പ്രേരിപ്പിച്ചതും ഈ കുരിശിൽ ആകർഷിക്കപ്പെട്ടിട്ടാണ്. കൽക്കട്ടയിലെ തിരുവീഥികളിൽ പുറത്തിറങ്ങിയ വഴിയരികിലൂടെ പുഴുവലിച്ചു കിടന്നിരുന്ന കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും ഒക്കെ എടുത്ത് മാറോട് ചേർത്ത് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ട നല്ലൊരു ജീവിതം നൽകി ദൈവസന്നിധിയിലേക്ക് യാത്രയയക്കുവാൻ മദർ തെരേസയെ പ്രേരിപ്പിച്ചതും ഈ കുരിശ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും അനേകായിരങ്ങൾ ഈ ഈശോയുടെ കുരിശിൽ ആകർഷിക്കപ്പെട്ട് അവിടുത്തെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പുരോഹിതരായി, സന്യസ്തരായി, ആത്മായ പ്രേക്ഷിതരായി ഇറങ്ങിത്തിരിക്കുന്നു. കുടുംബ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകൾ കർത്താവിൻ്റെ ആ ഒരു കുരിശിൽ ആകർഷിക്കപ്പെട്ട് സുവിശേഷ വേല ചെയ്ത് എത്രയോ കുടുംബങ്ങളുണ്ട്. ഇന്ന് നാമും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ കുരിശിൻ ചുവട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, ആ കുരിശിൽ ആകർഷിക്കപ്പെട്ട് നമ്മളും ഇവിടെ ഒന്നിച്ചേർന്നിരിക്കുകയാണ്. ഈശോ ചെയ്ത ഏറ്റവും വലിയ പ്രസംഗം, ഏറ്റവും നല്ല പ്രസംഗം, അവിടുത്തെ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം അവിടുത്തെ മരണമായിരുന്നു. അവിടുത്തെ പ്രബോധനങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നതും അവ പ്രയോഗരൂപം സ്വീകരിക്കുന്നതുമായിരുന്നു ഈശോയുടെ മരണം. മലയിലെ ശത്രുക്കളെ സ്നേഹിക്കണമെന്നുള്ള വലിയ പ്രസംഗം ഇവിടെ കാൽവരിയിൽ തകർന്നു വീഴുമെന്ന് യഹൂദ പ്രമാണിമാര് കണക്കുകൂട്ടി. തന്നെ ക്രൂശിക്കുന്നവരെ നോക്കി ഒരു വാക്കെങ്കിലും ശവവാക്ക് ഉരുവിടുന്നത് കേൾക്കാൻ യഹൂദ പ്രമാണിമാരും പട്ടാളക്കാരും ചെവി വട്ടം പിടിച്ച് കാതോർത്ത് കാത്തിരിക്കുകയാണ്. പക്ഷെ അവര് കേട്ടതോ സ്നേഹാഗ്രമായ സ്വരം, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. മലയിലെ പ്രസംഗം മുഴുവനും ആ ഒരു കൊച്ചു വാചകത്തിൽ മുഴങ്ങുന്നത് അവർ കേട്ടു. അങ്ങനെ ഏതൊരു മനുഷ്യനും മരിക്കുന്നത് പോലെ മരിച്ചുകൊണ്ട് താനൊരു മനുഷ്യനാണെന്നും, എന്നാൽ ഒരു മനുഷ്യനും മരിക്കാത്തതുപോലെ മരിച്ചുകൊണ്ട് താൻ ദൈവമാണെന്നും ഒരുമിച്ച് തെളിയിച്ച മഹാ അത്ഭുതമായിരുന്നു അവിടുത്തെ മരണം. ഈശോയുടെ പീഡാസഹനങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും: ശാരീരികമെന്നതും മാനസികമെന്നതും. ശാരീരികമെന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ആ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കിയാലും മതി. മുറിവേൽക്കാത്ത ഒരിഞ്ച് സ്ഥലം പോലും ആ ശരീരത്തിലില്ല. സർവവും കീറി മുറിഞ്ഞിരിക്കുന്നു, പൊട്ടി തകർന്നിരിക്കുന്നു. എന്നാൽ അതിലേറെ ഭയാനകമായിരുന്നു അവിടുന്ന് അനുഭവിച്ച മാനസിക വ്യഥ. എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു എന്ന് പറയാൻ തക്ക വിധം
അവിടുന്ന് ആത്മീയമായ വ്യഥ അനുഭവിക്കുകയാണ്. പാപികൾക്ക് വേണ്ടി മരിക്കുക എന്ന ദൈവഹിതവും പാപത്തിന്റെ മിളയച്ചത ഏറ്റെടുക്കുവാനുള്ള മനുഷ്യപ്രകൃതിയുടെ വൈമനസ്യവും തമ്മിൽ അത്യുഗ്രമായ ഒരു പോരാട്ടം നടന്നു. അപ്പോഴാണ് ഈശോയുടെ മനുഷ്യ പ്രകൃതി തളരുകയാണ്. അപ്പോഴാണ് അവിടുന്ന് പ്രാർത്ഥിക്കുക, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ എന്ന്. പാപികൾക്ക് വേണ്ടി മരിക്കാൻ പാട്ടും പാടി ഇറങ്ങി പുറപ്പെട്ടവനാണ്. പക്ഷെ ഇപ്പോൾ മനുഷ്യകുലത്തിന്റെ പാപപർവ്വതത്തിന്റെ ഭയങ്കരത കണ്ട് അവിടുത്തെ മനുഷ്യപ്രകൃതി തളർന്നു വീഴുകയാണ്. ആദവും ഹവ്വായും ചെയ്ത ആദ്യ പാപം മുതൽ മനുഷ്യ ചരിത്രത്തിലെ സർവ്വ മനുഷ്യരും ചെയ്ത സർവ്വജാതി പാപങ്ങളും ചേർന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെയും സകല പാപങ്ങളും ചേർന്ന് ഇനി ജനിക്കാൻ പോകുന്ന അവസാന മനുഷ്യന്റെ അവസാന പാപം ഉൾപ്പെടെ സർവ്വതും കൂടി ഒരുമിച്ച് ഈശോയിൽ ആരോപിതമായപ്പോൾ അവിടുത്തെ മനുഷ്യപ്രകൃതി തളരുകയാണ്. അപ്പോഴാണ് അവിടുന്ന് പ്രാർത്ഥിക്കുക, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന്. പാപം അനുസരണക്കേടാണ്, ധിക്കാരപരമായ അനുസരണക്കേട്. അതിനുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ, അനുസരണം, പരമമായ അനുസരണം, കുരിശുമരണം വരെയുള്ള അനുസരണം. അത് ഈശോ തയ്യാറാകുകയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അത് മനുഷ്യകുലത്തിൻ്റെ സർവപാപത്തിനും പരിഹാരമായി അവിടുന്ന് കുരിശുമെടുത്ത് കാൽവേറി കയറുകയാണ്. ഇതുതന്നെയാണ് യേശയ്യാ പ്രവാചകൻ 52-ാം അധ്യായത്തിലെ കുറിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ ദുഷ്കൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദുഃഖവെള്ളി കഴിഞ്ഞിട്ട് 2000-ലേറെ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷെ ചരിത്രം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഈശോ നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാതെ ഇപ്പോഴും നമ്മൾ നമ്മുടെ വഴിയെ സ്വാർത്ഥതയുടെ, പാപത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ വഴിയിലൂടെ നടക്കുകയാണ്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനെന്ന കായൻ്റെ ചോദ്യം നമ്മിലൂടെ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. സ്വയം ത്യജിച്ച് കുരിശെടുത്ത് കുരിശിൽ മരിച്ച ഈശോയുടെ ജീവിതത്തിലെ ധന്യ നിമിഷങ്ങളെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ നമുക്കും സ്വയം ത്യജിക്കാനും കുരിശെടുക്കാനും കുരിശിൻ്റെ വഴിയെ ഈശോയെ അനുഗമിക്കുവാനും പിൻചെല്ലുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വഴിയെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ ദുഃഖവെള്ളി ആചരണം രക്ഷാകരമായി തീരുന്നത്. അത് ഈ ദുഃഖവെള്ളിയെ നമ്മുടെ രക്ഷാകര വെള്ളിയാക്കാം. രക്ഷയുടെ വഴിയെ ഈശോയെ അനുഗമിച്ച് നമുക്കും മുന്നോട്ട് പോകാം. ക്രൂശിനായ ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. 12 കാര്യങ്ങൾ അറിയിക്കുവാനുള്ളത്.